ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അത് എത്രത്തോളമായി എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ AI ഡബ് ചെയ്ത ഒരു ഇന്റർവ്യൂ ക്ലിപ്പ് നമുക്ക് കാണാം. But in the backing of 1.4 billion Indians and thousands of years of timeless culture and heritage. നരേന്ദ്രമോദി ഒറിജിനലി ഹിന്ദി ലാംഗ്വേജിലാണ് ആ ഇന്റർവ്യൂ ചെയ്തത്. ആ വീഡിയോ ഡബ് ചെയ്തതാണെങ്കിലും മോഡിയുടെ സംസാരത്തിന്റെ ശൈലി ആ ഡബ് ചെയ്ത വീഡിയോയിലും തുടരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനുഷ്യന്മാർ സംസാരിക്കുന്നതും കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത വോയിസും തിരിച്ചറിയാൻ പറ്റാത്ത പെർഫെക്ഷനിലേക്ക് ഈ ടെക്നോളജി വളർന്നിരിക്കുന്നു. 11th ലാബ് എന്ന് പറയുന്ന AI കമ്പനിയുടെ ടെക്നോളജി യൂസ് ചെയ്താണ് മോഡിയുടെ ഇന്റർവ്യൂ ഡബ് ചെയ്തത്. 3 കാര്യങ്ങളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ നിന്നും എങ്ങനെയാണ് വോയിസ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മോഡിയുടെ വീഡിയോ കണ്ട പോലെ ഇത് ഡബ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ടോണും പിച്ചൊക്കെ മാറ്റി നമുക്കൊരു പുതിയൊരു വോയിസ് തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്തുണ്ട്. 11labs.io എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക. ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് ഹോം പേജിൽ തന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പിലുള്ള വോയിസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരു സ്റ്റോറി പറയുന്നതാണോ അതുപോലെ ഒരു ഡയലോഗാണോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പോർട്സിന്റെ ലൈവ് അനൗൺസ്മെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ സംസാരിക്കുന്ന ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ടെക്സ്റ്റിനെയാണ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. Here for this semi-final clash, the stadium buzzing with anticipation. 11 ശരിക്കും ഒരാൾ സംസാരിക്കുന്ന അതേപോലെ തന്നെ ആ സ്പീഡിൽ, ആ ടോണില്, ആ എക്സൈറ്റ്മെന്റിൽ സംസാരിക്കുന്ന കണ്ടില്ലേ. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് അവർ വോയിസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ ചിരിക്കുന്നത്, സ്വകാര്യം പറയുന്നതും അങ്ങനത്തെ വോയിസിന്റെ വേരിയേഷൻ ഉണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ട് മനുഷ്യന്മാരെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഡബ്ബിങ്ങിന്റെ ഫീച്ചർ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റിൽ മെനുവിൽ പോയിട്ട് ഡബ്ബിങ് സെലക്ട് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ഡബിലെ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ഹിന്ദിയിലേക്കാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ഡബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. इस वीडियो में हम 3 चीजों पर चर्चा करने जा रहे हैं. एक, पाइथन भाषा और OpenAI API का उपयोग. സംഭവം അടിപൊളിയായി വന്നിട്ടില്ലേ. ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ വോയിസസ് എന്നുണ്ടോ. ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വോയിസ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഇന്ത്യയിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ സാഗർ, ഹർഷ്. मैं अंजुरा बोल रही हूँ. आपकी बात समझ गई हूँ. ഇനി നമുക്ക് പുതിയൊരു വോയിസ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിലൂടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വോയിസ് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഒരു 10 സെക്കൻഡുള്ള ഓഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന വോയിസിന് ആ സ്റ്റൈൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇന്ന ഇതിൽ വേണം, ഭയങ്കര ബാസുള്ള സൗണ്ട് വേണം, സ്പീഡിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്.